തട്ടിപ്പിനിരയായി ഒമാനിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി ഇടപെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ്. 6 മലയാളികളടക്കം 18 ഭാരതീയരാണ് ഒമാനിൽ കുടുങ്ങിയത്. 9 പേർ തെലങ്കാനയിൽ നിന്നും 3 പേർ UP സ്വദേശികളുമായിരുന്നു. 3 മാസമായി ശമ്പളമില്ലെന്നും 2 ദിവസമായി ഭക്ഷണവും താമസവും ഇല്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. തുടർന്ന് ഇവർ ഇമെയിൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതനുസരിച്ച് സന്നദ്ധ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. വെൽഡിംഗ് ജോലിക്കാണ് എത്തിച്ചതെന്ന് തൊഴിലാളികൾ ജനം ടിവിയോട് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുവന്നത് ആർക്ക് വെൽഡിംഗ് ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മൾക്ക് പറഞ്ഞത് ഇവിടെ ആർക്ക് വെൽഡിങ്ങിന്റെ ജോലിയില്ല, നിങ്ങൾ ക്ലീനിങ്ങിന് പോകണം എന്നാ പറഞ്ഞത്. നിർബന്ധിച്ചു. നമ്മുടെ വിസയിലും ക്ലീനിങ്ങിന് അടിച്ചത് നമ്മൾ അറിയത്തില്ലായിരുന്നു. നമ്മളത് ആദ്യമേ ഏജന്റിനോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് പെട്ടെന്ന് വിസ കിട്ടാൻ വേണ്ടി അങ്ങനെ അടിച്ചതാണ്, നിങ്ങളുടെ ജോലി അതല്ലാതെ പറഞ്ഞ് ഓഫർ ലെറ്ററിൽ നമുക്ക് തന്നത് വെൽഡറുടെ ഇതാണ് തന്നത്, ആർക്ക് വെൽഡിങ്ങിന്റെ ആണ് ഓഫർ ലെറ്റർ തന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മളത് പറഞ്ഞ് ക്ലീനിങ്ങിന് ഇറങ്ങണമെന്ന്. പിന്നെ ഇത്രയും പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് ആരും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഇമെയിൽ അയച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായതായി ഒമാനിൽ കുടുങ്ങിയ തൊഴിലാളികൾ പറഞ്ഞു. 2 ദിവസമായി താമസിക്കാൻ മുറിയും ഭക്ഷണവും ഇല്ലാതിരുന്ന ഇവർക്ക് ജനം TV റിപ്പോർട്ടാണ് സഹായമൊരുക്കിയത്. ഒരുപാട് തവണ നമ്മളത് പല രീതിയിൽ കള്ളത്തരം കാണി നമുക്ക് ടെസ്റ്റ് തരാതെ ഫെയിലാണെന്ന് പറയുകയും അങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഇവർ നമ്മളെ ഇതിനകത്തൊരു നിയമപരമായിട്ട് ഇത് കുരുക്കാൻ വേണ്ടി അവർ നോക്കി. അതിനുശേഷം ഒന്നും പറ്റാതെ വന്നപ്പം ഇവർ നമുക്ക് വന്നിട്ട് 3 മാസത്തോളം ആവാറാവും. നമുക്ക് ഇതുവരെ സാലറി പോലും തന്നില്ലായിരുന്നു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം നാട്ടിലെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചു. സത്യം പറയാലോ, മെയിൽ അയച്ചിട്ട് അരമണിക്കൂർ പോലും ആയില്ല. അതിന് മുമ്പേ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ സമാധാനമായിട്ടിരിക്കാനും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ എംബസി നമ്മളെ കൊണ്ട് വിളിപ്പിച്ചു. നമ്മുടെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തു. നമ്മൾ വന്ന ഏജന്റിനെ അവർ വിളിപ്പിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ശേഷം ഇന്നലെ ഞങ്ങൾ ഈ എംബസി അറിയിച്ചതിൻ്റെ ദേഷ്യത്തിന് ഞങ്ങളുടെ ഫുഡിൻ്റെ കാർഡ് കട്ട് ചെയ്തു. ഞങ്ങളെ കമ്പനിയിൽ നിന്ന് അവർ പുറത്താക്കി. റൂമും വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ പുറത്താക്കി. ഞങ്ങളൊരു പമ്പിൻ്റെ അവിടെ കൊണ്ട് അവർ ഇറക്കി വിട്ടായിരുന്നു. ഞങ്ങൾ അതിനനുസരിച്ച് ഇവിടെ വന്നപ്പം മെസ്സേജ് അയച്ചു പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നു, പക്ഷേ ഞങ്ങളൊന്നും നമ്മൾ കഴിക്കാനും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ തന്നെ ഉടനെ തന്നെ മറ്റേ ജനം TVയിൽ സാർ അവിടുന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് ജനം TVയുടെ റിപ്പോർട്ടറായിട്ടുള്ളൊരു ചേട്ടൻ മുഖാന്തരം ഇവിടുത്തെ സോഷ്യൽ വർക്കർമാരും ബാക്കി 1-2 സംഘടനാ ആളുകളും വന്ന് നമ്മളെ കാണുകയും നമുക്കുള്ള ആഹാരം വാങ്ങിച്ചു തരികയും സുരക്ഷിതമായിട്ട് ഇപ്പം 2 സ്ഥലങ്ങളിലെത്തി 18 പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസത്തിനുള്ളിൽ എംബസിയിലേക്കുള്ള സകല കാര്യങ്ങളും അവർ നീക്കി തരാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.